കോളിളക്കം സൃഷ്ടിച്ച പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിലെ അന്തിമവാദം കൊച്ചിയിലെ CBI കോടതിയിൽ പൂർത്തിയായി. ഡിസംബർ 13-ന് വിധി പറയൽ തീയതി പ്രഖ്യാപിക്കും. ഈ മാസം തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് നിഗമനം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കേസിന്റെ വിചാരണ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ ഫോറൻസിക് പരിശോധന, പ്രതികളുടെ CDR എന്നിവ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. ഇതു സംബന്ധിച്ച വാദം തിങ്കളാഴ്ച കോടതിയിൽ നടന്നു. ഇതോടെയാണ് വിധി പ്രസ്താവിക്കുന്ന തീയതി നിശ്ചയിക്കുന്നതിനായി കേസ് ഡിസംബർ 13-ലേക്ക് മാറ്റിവെച്ചത്. ഈ മാസം തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധി എന്തായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് CPIM, കോൺഗ്രസ് കേന്ദ്രങ്ങളും ഒപ്പം കേരളീയരും. 2019 ഫെബ്രുവരി 17-നാണ് കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത് ലാൽ എന്നിവർ കൊല്ലപ്പെട്ടത്. 24 പ്രതികളുള്ള കേസിലെ 16 പേരും ഇപ്പോഴും ജയിലിലാണ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഒടുവിൽ CBIക്ക് കൈമാറിയത്. കേസിന്റെ തുടക്കത്തിൽ വാദിഭാഗത്തിന് സഹായങ്ങൾ ചെയ്തിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ കാഞ്ഞങ്ങാട്ടെ അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഇടയ്ക്ക് വെച്ച് പ്രതിഭാഗത്തേക്ക് മാറിയിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ അന്തിമവിധി എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ന്യൂസ് ബ്യൂറോ, പെരിയ.